ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ബീച്ച് ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ട് മക്കളൊക്കെ ആയിട്ട് ബീച്ചിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ അതിന് മുന്നേയും നമ്മൾ ബീച്ച് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോള് വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ നമ്മൾ അവളായിട്ട് അങ്ങനെ പോവുക, അവൾക്ക് ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 4:45 ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മൾ മക്കളെപ്പോഴും ഹാപ്പി ആവുക എന്നുള്ള ഒരു ഇതാണല്ലോ നമുക്ക്, അവർക്ക് വേണ്ടിയുള്ള നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അവരുടെ ആ ഒരു കളി കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് പൊരിക്കടികൾ വാങ്ങിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള സ്നാക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പൊരിക്കടി കൂടെ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിന് മുന്നേ കഴിഞ്ഞ ദിവസം വന്ന ടൈമിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത്ര അങ്ങോട്ട് തിരക്കൊന്നും കാണാനില്ല. ഉണ്ട് ആൾക്കാർ, പക്ഷേ ഒരുപാട് സാധാരണ വരുന്ന അത്രയൊക്കെ ഒന്നും ഒരു തിരക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിതാ ഒരാൾ ഒരു ഏരിയ എന്നൊക്കെ പറയില്ല, അതേപോലെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ അവരവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, ഇനി ആദ്യം വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഞാനങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കാറൊന്നുമില്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അതിന് വേണ്ട ഐറ്റംസൊക്കെ അവരെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ടൈം കളിച്ചോട്ടെ എന്ന് അങ്ങനെ കരുതിയതായിരുന്നു. അങ്ങനെ അവർ നല്ല കളിയിലാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു പയ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അവരുടെ പേരൻ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക, അത്രയും ദൂരം അവർ വെള്ളത്തിലോട്ട് ഇറങ്ങിയാലൊരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലിരിക്കുകയാണ്. ചില പാരൻറ്റ്സ് അങ്ങനെയുണ്ട്, അതായത് കുട്ടികൾ കളിക്കുന്നതിൽ കൂടുതൽ അവർക്ക് ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് ടൈം കളിച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചായക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ഫീലാവുന്നു വേണ്ട, അങ്ങനെ ചായക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അത് കഴിക്കുകയാണ് എല്ലാവരും കൂടി. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും കളി തുടങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേരൻസൊക്കെ കുട്ടികളിങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടും അവർ കരയിലിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് പ്രാവശ്യം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ കാണാൻ സാധിച്ചുള്ള വലിയ വലിയ തിരയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ബേജാറൊരു പേടിയായിരുന്നു. പക്ഷേ ആ കുട്ടി എന്താ പറയുക, ഒരു 10-13 വയസ്സുള്ളൊരു ബോയാണ്. പക്ഷേ അവനിങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത്. പക്ഷേ ഭാഗ്യത്തിന് വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അവൻ്റെ കൂടെ അവൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അവർ എന്താ പറയുക, കൂളായിട്ട് അവർ ഞങ്ങളെന്നല്ല പറയുകയും ചെയ്ത്, ചിലപ്പോൾ ഈ പരിസരത്തുള്ള കുട്ടികളെങ്ങനെ ആവാം പറഞ്ഞു. കാരണം അത്രയും ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട്. അങ്ങനെ ഇപ്പോൾ അത് അവരിവിടെ കളിയൊക്കെ തുടങ്ങി. നല്ല രസമായിരുന്നു.
പിന്നെ ഇതാ കളിച്ച് ക്ഷീണിച്ചതിന് ശേഷം വന്ന് വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവരറിയാണ്ട് അങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെയുള്ള കളി രണ്ടുപേരും കളിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം അവരെ ഫ്രീ ആക്കി അങ്ങനെ ഉണ്ട് വിട്ടതല്ലേ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ട പൈനാപ്പിൾ മാംഗോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചമ്മന്തി കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കലായിരുന്നു. പിന്നെ ഇരുട്ടിങ്ങനെ ആയപ്പോൾ ഒരു 7 സംതിങ് ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോക്കായി. അപ്പോൾ മാഷാ അല്ലാഹ് ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. മക്കളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.